ഘട്ടങ്ങളിലായാണ് കഥ കാണിക്കുന്നത്. ഫസ്റ്റ് സീനിൽ വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ കുറെ സോൾജേഴ്സിനെ അസംബിൾ ചെയ്തിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. ഇനി പ്രസന്റ് സീൻ. അതിലൊരു അൺനോൺ പേഴ്സൺ കഫേയിലിരിക്കുമ്പോൾ ടിവിയിൽ നോർമൻ ഓസ്ബോണിനെ ഡയറക്ടർ ഓഫ് നാഷണൽ സെക്യൂരിറ്റിയായി നിയമിക്കുന്നത് കാണിക്കും. അതിനുശേഷം ആ അൺനോൺ പേഴ്സൺ ഒരു ടാക്സിയിൽ കയറി പുതിയൊരു ലൊക്കേഷനിൽ പോകുന്നു. വർഷങ്ങൾക്ക് മുന്നേ കാണിക്കുന്ന ആ സീനിൽ സോൾജേഴ്സിന്റെ മുന്നിൽ സ്പീച്ച് നടത്തിയത് ക്യാപ്റ്റൻ അമേരിക്കയാണ്. അവർ ഒരു വാറിന് പോകുന്നതിന് മുന്നേ ക്യാപ് അവർക്ക് നൽകിയ ഒരു സ്പീച്ച് ആയിരുന്നു അത്. ആ കൂട്ടത്തിൽ ഫ്യൂരിയും ഉണ്ടായിരുന്നു. ഇനി പ്രസന്റ് സീൻ. ആക്ച്വലി ആ അൺനോൺ പേഴ്സൺ നിക് ഫ്യൂരി ആയിരുന്നു. ആരുമില്ലാത്ത സ്ഥലത്തെത്തിയപ്പോൾ ഫ്യൂരി ഒറിജിനൽ വേഷത്തിൽ വരുന്നു. ഫ്യൂരി ഇപ്പോൾ നിൽക്കുന്നത് ക്യാപ്റ്റൻ അമേരിക്കയുടെ സ്റ്റാച്ചുവിന്റെ മുന്നിലാണ്. ക്യാപ്പിനെ ഓർമ്മിക്കുന്ന ഫ്ലാഷ് ബാക്ക് ആണ് മുന്നേ കാണിക്കുന്നത്. ക്യാപ്പിന്റെ വേർഡ്സ് ഓർമ്മിച്ചുകൊണ്ട് അവിടെയുള്ള ബേസ് ക്യാമ്പിലോട്ട് പോവുകയും അവിടെ ഫ്യൂരിയുടെ ടീം സൂട്ടപ്പ് ചെയ്ത് റെഡിയായി നിൽപ്പുണ്ട്. ഇതുവരെയുള്ള കഥയിൽ ഫ്യൂരി ട്രെയിൻ ചെയ്യിപ്പിച്ച ഈ ടീമിന്റെ പേരാണ് കാറ്റർപില്ലർ.